തിരുവാങ്കുളത്ത് 4 വയസ്സുകാരിയായ മകളെ കല്യാണിയെ സ്വന്തം അമ്മ സന്ധ്യ ആറ്റിലെറിഞ്ഞ് കൊന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഉണരുന്നതിന് മുമ്പാണ് അടുത്ത വിവാദവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയും വരുന്നത്. 4 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ, അംഗൻവാടിയിൽ പോകുന്ന കുട്ടിയെ, ആ കുട്ടിയുടെ അച്ഛൻ്റെ പിതാവിൻ്റെ ബന്ധു, വളരെ അടുത്തൊരു ബന്ധു കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ, ആ കുട്ടിയുടെ ചിത്രം, ആ കുട്ടിയുടെ മരണശേഷം ചാനലുകളിലൊക്കെ കാണിച്ചിരുന്നു, ഫോട്ടോയുമൊക്കെ. എത്ര നിഷ്കളങ്കമായ പിങ്ക് ഷർട്ടും ധരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈ ഉടുപ്പും ധരിച്ച്, വളരെ നിഷ്കളങ്കമായ ഒരു എത്ര സെൻറ്റിമീറ്റർ നീളവും വീതിയും വരും ആ കുട്ടി. അമാനുഷ്യമായ വളർച്ചയൊന്നും ഉണ്ടായ കുട്ടിയല്ലല്ലോ. എങ്കിൽ പിന്നെ അങ്ങനെ കുട്ടിയുടെ ശരീരം കണ്ട് പുരുഷന്മാർക്ക് എന്തോ തോന്നി, ബന്ധുവിനെന്തോ തോന്നി, അങ്ങനെയൊക്കെ ഒരു കാമമൊക്കെ തോന്നിയെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ അങ്ങനെയും വരാറുണ്ട്. പ്രായത്തിനതീതമായി കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ഈ കാമഭ്രാന്തമായി നടക്കുന്നവന്മാർക്ക് ചിലപ്പോൾ അതിൽ കുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നും. അതും ശുദ്ധ തെമ്മാടിത്തരമാണോ, അപരാധമാണ്. ഇവിടെ അത്ര പോലുമില്ല. 4 വയസ്സാണ് കുഞ്ഞിന് പ്രായം. കുഞ്ഞിനെ കണ്ടാൽ വളരെ കൊച്ചുകുട്ടി. കുഞ്ഞിൻ്റെ ശരീരം വളരെ ചെറിയൊരു കുഞ്ഞ്. ഈ കുഞ്ഞിൻ്റെ എന്ത് കണ്ടിട്ടാണ്, ഏത് ഭാഗം കണ്ടിട്ടാണ്, എവിടെ കണ്ടിട്ടാണ് ഈ കാമഭ്രാന്ത് ഇളകിയത് ഇയാൾക്ക്? എന്നിട്ട് അയാൾ പറയുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ജീവനോടെ കാലപുരിക്ക് അയക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദുഷ്ടന്മാരെ കാലൻ വന്ന് നേരിട്ട് കൊണ്ടുപോകും. കൊന്നല്ല കൊണ്ടുപോകുന്നത്, അവിടെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാനായിട്ട് നേരിട്ട് ജീവനോടെ കാലപുരിക്ക് കൊണ്ടുപോകും. കൊന്നതിന് ശേഷം ബോഡി ഭൂമിയിലിട്ടിട്ട്, ജീവനല്ല കൊണ്ടുപോകുന്നത്, ബോഡിയോടുകൂടിയും കൊണ്ടുപോകും കാലപുരിയിൽ. അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പുരാണങ്ങളിലൊക്കെ. എത്ര ഭയാനകവും ഭീതിജനകവുമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. 70 വയസ്സായ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആളിൻ്റെ അടുത്ത് കുഞ്ഞുമക്കളെ, 10-15 വയസ്സുള്ള, അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടിയെ, പ്രായപൂർത്തിയായ കുട്ടികളെയും പ്രായപൂർത്തിയാകാത്ത കുറച്ച് SLC-ക്കൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളെ ആക്കിയിട്ട് പോകാൻ അമ്മമാർക്ക് ഭയമാണ്. ഇവിടെ തന്നെ ഈ പെൺകുട്ടി കല്യാണി, അവളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ, ഫോറൻസിക് വിദഗ്ധർ, അവർക്കെല്ലാം ഭയവും ഞെട്ടലുണ്ടായി കാണില്ലേ? ഈ പെൺകുട്ടിയുടെ ശരീരഭാഗത്ത്, അതകത്തും പുറത്തുമൊക്കെ ധാരാളം മുറിവുകൾ ഉണ്ടായിരിക്കുന്നു. പീഡിപ്പിച്ചതിൻ്റെ, കുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ, ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ഇതൊന്നും ആ കുട്ടി അംഗൻവാടിയുടെ വർക്കറോട് പോലും പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആ അംഗൻവാടി വർക്കറും ഒന്ന് പുനർവിചിന്തനം ചെയ്യണം കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന 10, 20, 25 കുട്ടികൾ, അവരോട് നിരന്തരം സമ്പർക്കം പുലർത്തുകയും നിരന്തരം അവരോട് സംസാരിക്കുകയും അവരുടെ എന്തെങ്കിലും ഒരു ശരീര വ്യത്യാസമോ ഭാവവ്യത്യാസമോ ബോഡി ലാംഗ്വേജിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. കാരണം കുഞ്ഞുങ്ങളാണ്. അവർ അമ്മയോട് പറഞ്ഞു എന്ന് പറയുന്നു, ആ അമ്മ പോയി ബന്ധുവിനോട് വഴക്കുണ്ടാക്കി എന്ന് പറയുന്നു, അപ്പോൾ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു, ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നു. അതേ ബന്ധു തലേ ദിവസം ഈ കുഞ്ഞിനെ കൊല്ലുന്നതിൻ്റെ, ആറ്റിലെറിയുന്നതിൻ്റെ തലേ ദിവസവും പീഡിപ്പിച്ചിരിക്കുന്നു. എന്ത് മാനസികാവസ്ഥയാണ് ഇവിടെ പുരുഷന്മാർക്കുള്ളത്? എന്ത് തരം കാമമാണുള്ളത്? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? അശ്ലീലമായ എന്തെങ്കിലും കണ്ടിട്ടാണോ, സിനിമ കണ്ടിട്ടാണോ, വീഡിയോ കണ്ടിട്ടാണോ, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണോ, എന്ത് കണ്ടിട്ടാണ് ഒരു പെൺകുട്ടിയുടെ, സ്ത്രീയുടെ ശരീരത്തോട് പുരുഷന് കാമവും മോഹവും ഒക്കെ തോന്നുന്നത്? ഓപ്പോസിറ്റ്, എതിർവശത്തുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ക്രേസ് തോന്നാം. എന്നാൽ പോലും നമ്മെപ്പോലുള്ള രാജ്യത്ത് ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട്, കുടുംബം, ഭാര്യ, ഭർത്തൃബന്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അമ്മ, അച്ഛൻ, പിതാവ്, മാതാവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഒരു 4 വയസ്സുകാരുടെ ശരീരത്തിൽ എന്ത് ലൈംഗിക ആസക്തിയാണ് തോന്നുക? അതിനെങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത്? മകളെ എന്ന് വിളിക്കേണ്ട പ്രായത്തിൽ
ചെറുമകളെ എന്ന് വിളിക്കേണ്ട പ്രായത്തിൽ, കുഞ്ഞേ എന്ന് വിളിക്കേണ്ട പ്രായത്തിൽ, മുട്ടായി വാങ്ങിക്കൊടുക്കേണ്ട പ്രായത്തിൽ, ലൈംഗികതയുടെ ബാലപാഠം പോയിട്ട് ഒന്നും അറിയാത്ത കുഞ്ഞിന് തൻ്റെ ശരീരത്തിൽ തന്നെ എന്തിനാണ് ഒരു പുരുഷൻ വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കരയുന്ന കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൊട്ടവന് എന്ത് വിചാരണ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ? ഏത് കോടതിയാണ് അയാളെ ശിക്ഷിക്കാൻ പോകുന്നത്? ഇനി ശിക്ഷിച്ചാൽ തന്നെ ജയിലിൽ പോയാൽ എത്ര സുഖമായിട്ടാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. തുറന്ന ജയിലൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യാം, വരുമാനം കിട്ടും, ഇടയ്ക്ക് പരോള് കിട്ടും, നല്ല ഭക്ഷണമാണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജയിലിൽ ഗോതമ്പുണ്ടയാണ്, ഉപ്പില്ലാത്ത ഗോതമ്പുണ്ടയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഭക്ഷണമാണ്. അതും ഒരു പീഡനമായിരുന്നു. ഈ ജയിലിൽ പോകുന്നവർ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്കൊരു പാഠമാകാൻ വേണ്ടിയിട്ട്. ഇന്ന് അതെല്ലാം പോയി. ജയിലിലെല്ലാം വളരെ സുഭിക്ഷമായ ഭക്ഷണമാണ്, നല്ല വസ്ത്രമാണ്, സുഖമായി കിടക്കാം അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ആർക്കും നീതി കിട്ടാനാണ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ചില സ്ഥലങ്ങളിലൊക്കെ പരസ്യമായി വെടിവെച്ച് കൊല്ലാറുണ്ട്. ചില ആൾക്കൂട്ടങ്ങൾ നിയമം കയ്യിലെടുക്കാറുണ്ട്. ചില സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ദൃശ്യം പോലുള്ള സിനിമയിലൊക്കെ നമ്മൾ പലതും കണ്ടതാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ തുടരും എന്നൊരു സിനിമ, അത് വേറൊരു ആവശ്യത്തിനാണെങ്കിൽ പോലും, വേറൊരു ദുരാചാര കൊലയാണെങ്കിൽ പോലും, ദുരഭിമാന കൊലയാണെങ്കിൽ പോലും അങ്ങ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് തീർച്ചയായിട്ടും. ഹൈദരാബാദിൽ ഒരിക്കലൊരു പോലീസ് ഓഫീസർ കൊള്ളക്കാരനെ, ഇതുപോലെ ഒരു തെറ്റ് ചെയ്ത ആളിനെ പരസ്യമായി വെടിവെച്ച് കൊന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ജനങ്ങൾ കൈകാര്യം ചെയ്തു കൊല്ലുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അത്രമാത്രം അധമമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ തിരുവാങ്കുളത്തെ കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിനെ, ആ മകളുടെ ശരീരത്തിൽ കൈവച്ചവനെ, എത്ര ഉന്നതത്തിൽപ്പെട്ടവനായാലും എത്ര അടുത്ത ബന്ധുവായാലും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജീവപര്യന്തം ഒരു ദിവസം പോലും ഈ ജയിലിന് പുറത്ത് സൂര്യോദയം കാണാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ശിക്ഷ കൊടുക്കാൻ നമ്മുടെ നീതിപീഠത്തിന് കഴിയട്ടെ. ജഡ്ജിമാരെ പുരുഷനായാലും സ്ത്രീയായാലും അവരെല്ലാം, ഈ മാധ്യമങ്ങളെല്ലാം കാണുന്നുണ്ട്. അവരുടെ മനസ്സാക്ഷിയുടെ കോടതി കൊണ്ട് വേണം അവർ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ. തൻ്റെ മുന്നിൽ വരുന്ന നിയമത്തിൻ്റെയും തെളിവുകളുടെയും സാക്ഷിപ്പട്ടികയുടെയും മാറുന്ന സാക്ഷികളുടെയും കൂറുമാറുന്നവരുടെയും ഇടയിൽപ്പെട്ട് ഇതുപോലത്തെ നരാധമന്മാർ ശിക്ഷിക്കപ്പെടാതെ പോകരുത്. മനസ്സാക്ഷിയുടെ കോടതിയുണ്ട്. ആ മനസ്സാക്ഷിയുടെ കോടതി ഉപയോഗിച്ച് ജഡ്ജിമാർ, വക്കീലന്മാർ മനോഹരമായ രീതിയിൽ ഇയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം, പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇനി ഒരു പുരുഷനും ഒരു പെൺകുട്ടിയുടെ പുറത്തും അവളുടെ അനുവാദം, മുതിർന്ന കുട്ടികളുടെ പുറത്താണെങ്കിൽ അവരുടെ അനുവാദമില്ലാതെയും സ്പർശിക്കാൻ പാടില്ല. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഒരു കാര്യത്തോടു കൂടി, കാരണം അവരുടെ അനുവാദം ചോദിച്ചാൽ അവർക്കറിയില്ല എന്തിനാണ് അനുവാദം ചോദിക്കുന്നതെന്നറിയില്ല. കാരണം ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലാത്ത കുട്ടികളാണല്ലോ. എന്തിനാണ് തൻ്റെ ശരീരത്തിൽ തൊടുന്നത് എന്നറിയില്ല. അങ്ങനെ അറിയാത്ത കുട്ടികളെ ഇനിയിപ്പോൾ അനുവാദം ചോദിച്ചോ, മുട്ടായി വാങ്ങിച്ചു കൊടുത്തോ തൊടണം എന്ന് പറയുന്നതും ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വലിയ പാഠമാണിത് നൽകുന്നത്. സമൂഹം ഇതിൽ നിന്ന് പഠിക്കുമെന്ന് കരുതാം. ശിക്ഷ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇവിടെ പ്രയോഗിക്കപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം.